Hi all. നമ്മൾ പ്രസിഡന്റിന്റെ പവേഴ്സിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രസിഡന്റിന്റെ പവേഴ്സിനെ നമ്മൾ പ്രധാനമായിട്ടും 7 രീതിയിലാണ് തരംതിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, ഫിനാൻഷ്യൽ പവർ, ജുഡീഷ്യൽ പവർ, ഡിപ്ലോമാറ്റിക് പവർ, മിലിറ്ററി പവർ, എമർജൻസി പവർ. അപ്പം ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവായിട്ട് ബന്ധപ്പെട്ട്, ലെജിസ്ലേറ്റീവായിട്ട് ബന്ധപ്പെട്ട്, ഫിനാൻഷ്യൽ, ജുഡീഷ്യൽ, മിലിറ്ററി, ഡിപ്ലോമാറ്റിക്, എമർജൻസി, അപ്പോൾ ഈ ഇത്രയും 7 വിഭാഗങ്ങളിലായിട്ട് പ്രസിഡന്റിൻ്റെ പവേഴ്സ് വിഭജിച്ച് കിടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവും ഫിനാൻഷ്യലും നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് ജുഡീഷ്യൽ, ഡിപ്ലോമാറ്റിക്, മിലിറ്ററി, എമർജൻസി, ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റിന് നൽകുന്ന പവേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ പവറിനെ കുറിച്ച് പിന്നെയും പഠിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, വധശിക്ഷയൊക്കെ വിധിക്കുമ്പോൾ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അത് നീട്ടിവെക്കാനോ അല്ലെങ്കിൽ നിർത്തലാക്കാനോ ഒക്കെ പറ്റും. ഏതൊരു ഒരു ശിക്ഷ, വലിയ ശിക്ഷ, ചെറിയ ശിക്ഷയാക്കാനൊക്കെ ഉള്ള ഒരു പവർ പ്രസിഡന്റിനുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ജുഡീഷ്യൽ പവറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡൻ്റാണ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ സുപ്രീം കോർട്ടിനോട് പല കാര്യത്തിലും നിയമവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അഡ്വൈസ് സീക്ക് ചെയ്യാൻ പറ്റും. അപ്പം സുപ്രീം കോർട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഡ്വൈസ് സീക്ക് ചെയ്യാൻ പ്രസിഡൻറ്റിന് പവറുണ്ട്. പക്ഷേ സുപ്രീം കോർട്ട് മാൻഡേറ്ററി അല്ല ഇങ്ങനൊരു അഡ്വൈസ് പ്രസിഡൻറ്റിന് കൊടുക്കണമെന്നുള്ളത്. ഈ കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്തിരിക്കുക. അതായത് പ്രസിഡൻറ്റ് ഡു ഹാവ് ദ പവർ ടു സീക്ക് അഡ്വൈസ് വെൻ ഇറ്റ് നീഡഡ്. ആരോട്? സുപ്രീം കോർട്ടിനോട്. പക്ഷേ സുപ്രീം കോർട്ടിന് പ്രസിഡൻറ്റിന് ആ ഒരു അഡ്വൈസ് കൊടുക്കണമെന്നുള്ളത് ഒട്ടും മാൻഡേറ്ററി അല്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പിന്നെ ഉള്ളതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്, പാർഡൺ, റിപ്രൈവ്, റെസ്പെക്റ്റ്, റെമിഷൻ, പണിഷ്മെൻറ്റ്. ഇത്രയും പണിഷ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പം ഈ പണിഷ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോടതി വിധിയെ, അതിപ്പോൾ മിലിറ്ററിയുടെ കോർട്ടാണെങ്കിലും പട്ടാളക്കോടതിയാണെങ്കിലും നമ്മുടെ സുപ്രീം കോർട്ട് പോലുള്ള സാധാരണ നോർമൽ സിവിലിയൻസിന് വേണ്ടിയുള്ള കോടതി നിയമങ്ങളുമാണെങ്കിൽ പോലും ഏത് തരത്തിലുള്ള വിധിക്കും, ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് എന്ത് വിധി വിധിച്ചാലും ഏതെങ്കിലും പണിഷ്മെൻ്റ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ജുഡീഷ്യലായിട്ടുള്ള പണിഷ്മെൻറ്റ്, പട്ടാളക്കോടതി അല്ലെങ്കിൽ സിവിലിയൻ ആയിട്ടുള്ള കോടതി, ഇതിലേത് കോടതി എന്ത് വിധിച്ചാലും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ആ വിധി, ആ പണിഷ്മെൻറ്റ്, എന്താണ് പണിഷ്മെൻറ്റ്? വിധിയിലുപരി പണിഷ്മെൻറ്റ്, ഒരു വ്യക്തിക്ക് ഒരു പണിഷ്മെൻറ്റ് നൽകിയാൽ ആ പണിഷ്മെൻറ്റിനെ നമുക്ക് പ്രസിഡന്റിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് കുറയ്ക്കാൻ പറ്റും. ഇഫ് പ്രസിഡന്റ് ആ ഒരു സംഭവം ഹർജി കൺസിഡർ ചെയ്താൽ. അപ്പം നമുക്ക് അങ്ങനെ ഒരു പവർ പ്രസിഡന്റിന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പ്രത്യേകിച്ച് ഇത് വധശിക്ഷയുടെ ഒക്കെ സമയത്ത് നമുക്കറിയാം, പ്രധാനമായിട്ടും ഈ ഭീകരവാദികളുടെയൊക്കെ വധശിക്ഷയ്ക്ക് ശേഷം അവരെ വധശിക്ഷ വിധിക്കുമ്പോഴത്തേക്കും പ്രസിഡന്റിൻ്റെ അടുത്താണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇവരെ ശിക്ഷയുടെ ഇളവ് ചോദിച്ചു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് എന്താണ് ചെയ്യുന്നത്? പൊതുവെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഒരു മനുഷ്യനിരുന്ന് ചിന്തിക്കുകയല്ല, പ്രസിഡന്റിനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും? അഡ്വൈസ് ചെയ്യും. പ്രസിഡന്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇന്ത്യയിലെ മന്ത്രിസഭ പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് പ്രസിഡന്റ്. ഇന്ത്യയിലെ മന്ത്രിസഭയുണ്ട്, പ്രധാനമന്ത്രി ഹെഡായിട്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മന്ത്രിസഭ, പല പല പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന മന്ത്രിസഭകളുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ വലിയൊരു ഭാഗമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ് പ്രസിഡന്റ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ ഇത്രയും പവേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആക്ച്വലി പ്രസിഡന്റിനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് ഇതെപ്പോഴും ഉപയോഗിക്കുന്ന ആരാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവണം. പക്ഷേ ഇൻഡിവിജ്വലി പ്രസിഡന്റിനാണ് ഈ പവേഴ്സൊക്കെ. പക്ഷേ ഇതിൽ ഓരോ കാര്യവും തീരുമാനിക്കുന്നതിന് മുന്നേ പ്രസിഡന്റ് ആരുടെ അഡ്വൈസ് ചോദിക്കണം? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് ചോദിക്കണം, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് പ്രസിഡന്റ് ഇതൊക്കെ ചെയ്യുന്നതെന്നും കൂടെ ഓർക്കണം. പ്രസിഡന്റിൻ്റെ പവേഴ്സ്, പ്രസിഡന്റ് ഈവൻ എമർജൻസി ഒക്കെ പ്രസിഡന്റിന് ചുമ്മാതിരുന്ന് അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതിന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തന്നെ പറയണം. ഓക്കെ, അപ്പം എല്ലാം പ്രസിഡന്റ്. ഇപ്പോൾ പാർഡൻ ആണെങ്കിൽ, ഇപ്പോൾ വധശിക്ഷ വിധിച്ച ഒരു വ്യക്തിക്ക് വധശിക്ഷ വേണോ വേണ്ടോ തീരുമാനിക്കുന്ന പ്രസിഡന്റ് എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ല, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഫൈനലി പ്രസിഡന്റ് ആ ഒരു ഹർജിക്ക് അല്ലെങ്കിൽ ആ ഒരു നിവേദനം, എന്താ അതിന് പറയേണ്ടത്, ആ ഒരു റിക്വസ്റ്റിന് റിപ്ലൈ കൊടുക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ പ്രസിഡന്റിനെ ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു വ്യക്തി പ്രസിഡന്റിനെ നേരിട്ട് കണ്ടിട്ടല്ല ഇത് പറയുന്നത്. പ്രസിഡന്റിനെ നേരിൽ കാണാനൊന്നും ആ വ്യക്തിക്ക് പറ്റത്തില്ല. എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ലോയർ വല്ലോ മുഖാന്തരം ഈ ഒരു ഹർജിയല്ല, ഈ ഒരു റിക്വസ്റ്റ് പ്രസിഡന്റിന് നൽകുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും നേരിട്ട് എന്ന് പ്രസിഡന്റിൻ്റെ അടുത്ത് പാർഡന് വേണ്ടി ഒന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേ
വള്ളികളുണ്ട് ഇതിന് പിന്നിൽ. അപ്പം ഇതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പ്രസിഡൻറ്റിൻ്റെ ഒരു സ്വഭാവം. അപ്പം നമ്മൾ ജുഡീഷ്യൽ പവർ എന്തൊക്കെയാണ് പറഞ്ഞത്, അഡ്വൈസ്, പിന്നെ CAGയുടെ അപ്പോയിൻമെൻറ്റ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അപ്പോയിൻമെൻറ്റ് ഒരു ജുഡീഷ്യലിലല്ല വരുന്നത്, ഫിനാൻഷ്യലിലാണ് വരുന്നത്. CAG എന്താണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മുടെ ഗവൺമെൻറ്റിന് ഉള്ള വരുമാനം എന്താണ്, ടാക്സ് ആണ്. നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു വരുമാനമാണ്. പിന്നെ അല്ലാത്ത ചെറിയ ചെറിയ വരുമാനങ്ങൾ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കും, പബ്ലിക് റവന്യൂ. അപ്പം ഇതൊക്കെ ഗവൺമെൻറ് എന്തേരം സ്പെൻഡ് ചെയ്തു, എന്തേരം ഗവൺമെൻറ്റിന് ലഭിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വേണമല്ലോ. ആ കണക്കെടുക്കുന്ന ആളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ ബോഡിയെക്കുറിച്ച് നമ്മൾ പഠിക്കാം, കാരണം ഈ ബോഡി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ ഒരു കണക്ക് സൂക്ഷിപ്പുകാരനാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഗൂഗിൾ പേ നമ്മൾ കുറേ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഗൂഗിൾ പേ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഉപകാരം ഉണ്ടാവാറില്ലേ. പക്ഷേ ആ ഗൂഗിൾ പേയുടെ ഉപയോഗം പോലെയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ CAGയുടെ ഉപയോഗം. അതായത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി CAG നോക്കി കണ്ടും ഓഡിറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ചിലവാക്കൽ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ പണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും ചൂണ്ടിക്കാണിക്കാനോ നിർത്തലാക്കാനോ ഒന്നുമുള്ള പവറില്ല. ജസ്റ്റ് ഓഡിറ്റിങ് മാത്രം ചെയ്യുക. ഗവൺമെൻറ് എന്തേരം കാര്യങ്ങൾ ചെയ്തു, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുന്ന പോലെയാണ് CAGയുടെ ഇവിടുത്തെ ജോലി. അതൊരിക്കലും പ്രിവെൻറ്റീവ് അല്ല. ഇന്ന കോട്ടയിൽ കൂടുതൽ ഗവൺമെൻറ് ഇന്ന കാര്യത്തിന് ചിലവഴിക്കരുത് അല്ലെങ്കിൽ ചിലവഴിച്ചു അലേർട്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല CAGക്ക്. CAG ചെയ്യുന്ന ഒരു പോസ്റ്റ്മോർട്ടം ആണ്. അതായത് എന്താ, എല്ലാം കഴിഞ്ഞു, ചിലവും വരവും എല്ലാം കഴിഞ്ഞു, ഇനി അതിൻ്റെ കണക്കെടുക്കുക. എല്ലാം കഴിഞ്ഞിട്ട് കണക്കെടുക്കുന്നു, എന്നിട്ട് അത് സമർപ്പിക്കുന്നു. CAGയുടെ റിപ്പോർട്ട് ആരാ സമർപ്പിക്കുന്നത്, പ്രസിഡൻ്റാണ് പാർലമെൻറ്റിൻ്റെ അടുത്ത് കൊണ്ട് സമർപ്പിക്കുന്നത്. പിന്നെ ഒപ്പോസിഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെതിരെ കണ്ടോ CAGയുടെ റിപ്പോർട്ട് പ്രകാരം ഗവൺമെൻറ് ഇത്രയും ദൂർത്തടിച്ചു അല്ലെങ്കിൽ ഇത്രയും കുറച്ചേ കൊടുത്തിട്ടുള്ളൂ ഇന്ന സെക്ടറിന് എന്നൊക്കെ ഒപ്പോസിഷന് കുറ്റമായിട്ട് ചൂണ്ടിക്കാണിച്ച് പറയാം. അല്ലാതെ പോയ പൈസ പോയി. അപ്പോൾ അതാണ് CAGയുടെ ഒരു ഡീമെറിറ്റായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ CAG നമ്മുടെ കണക്ക് സൂക്ഷിപ്പുകാരനാണ്. മറ്റ് കൺട്രികളിൽ, മറ്റ് രാജ്യങ്ങളിൽ ഈ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് എന്തുണ്ട്, ഇങ്ങനെ ലിമിറ്റേഷൻ കൊടുക്കാനുള്ള പവറും കൂടെ ഉണ്ട്. പക്ഷേ നമ്മുടെ CAG എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കാം. അപ്പം CAGയുടെ അപ്പോയിൻമെൻറ്റ് ശരിക്കും ഫിനാൻഷ്യൽ പവറിലാണ് വരുന്നതെന്ന് ഓർക്കുക. ഞാനത് ജുഡീഷ്യൽ പവറിലൂടെ പറഞ്ഞു പോയതാണ്, സോറി. അപ്പം ജുഡീഷ്യൽ പവർ വരുമ്പോഴത്തേക്കും സുപ്രീം കോർട്ടിനോട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രസിഡന്റിന് അഡ്വൈസ് ചോദിക്കാൻ പറ്റും. പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് സുപ്രീം കോർട്ടിന് മാൻഡേറ്ററി അല്ല. ഇറ്റ്സ് നോട്ട് ബൈൻഡിങ്. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ വിചാരിക്കും പ്രസിഡന്റ് അല്ലേ ചോദിക്കുന്നത്, സുപ്രീം കോർട്ടിന് എന്താണെങ്കിലും അതിന് റിപ്ലൈ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെയല്ല, സുപ്രീം കോർട്ടിന് നോട്ട് ബൈൻഡിങ് ആണ്. കാരണം നിയമം ഉണ്ടാക്കുക എന്ന് പറയുന്ന ആരാ, ലെജിസ്ലേറ്റീവ് ആണ് നിയമം ഉണ്ടാക്കുന്നത്. നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ബോഡിയാണല്ലോ, നമ്മളല്ലേ ലെജിസ്ലേറ്റീവിൽ ഇരിക്കുന്നത്. കാരണം നമ്മുടെ പ്രതിനിധികളാണ് ലെജിസ്ലേറ്റീവിൽ ഇരിക്കുന്നത്, നിയമസഭയിലെ നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നവർ. അവരുടെ മണ്ടയിൽ ഒരു തീരുമാനമോ അതിന് മണ്ടയിൽ ഒരു കമൻറ്റ് ചെയ്യാനോ ജുഡീഷ്യറിക്കോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, ഈ ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവിലുള്ളവരാണെങ്കിലും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരല്ല. അപ്പം ലെജിസ്ലേറ്റീവിൻ്റെ ഒരു പവറിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടിന് ബൈൻഡിങ് അല്ല. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ദ ലോയുടെ ഒക്കെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് ഒന്നും എൻ്റെ വീഡിയോ ഉണ്ട്, അത് പോയി കണ്ടാൽ മതി. ഓക്കെ. അപ്പം ഇനി പിന്നെ ഈ പാർഡൻ, പിന്നെ റിപ്രൈവ്, റെസ്പെക്റ്റ്, റെമിഷൻ, ഇതിനെക്കുറിച്ചൊരു ഒറ്റ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതൊക്കെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് പാർഡൻ, എന്താണ് റെമിഷൻ, എന്താണ് റെസ്പെക്റ്റ് എന്നുള്ളത് അത് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇത്രയാണ് ജുഡീഷ്യലായിട്ടുള്ള വിധി നിർണ്ണയിക്കാനുള്ള പ്രസിഡൻറ്റിൻ്റെ പവേഴ്സായിട്ട് പറയുന്നത്. ഈ വിധി ആരാ ശരിക്കും നിർണ്ണയിക്കുന്നത്, മന്ത്രിസഭ പ്രസിഡന്റിനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് പ്രസിഡന്റ് സൈൻ ചെയ്യും. പക്ഷേ മന്ത്രിസഭയാണ് ബാക്കിൽ നിന്ന് പ്രസിഡന്റ് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെയാണ് പ്രസിഡന്റിന് പവേഴ്സ് ഉണ്ടെന്ന് പറയും. പക്ഷേ നമ്മൾക്ക് ശരിക്കും ഈ പവേഴ്സ് എക്സസൈസ് ചെയ്യുന്ന ആരാണ്, ഇൻഡയറക്ട്ലി മന്ത്രിസഭയാണ്. അവർ ബാക്കിലുണ്ടെന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രസിഡന്റിൻ്റെ പവർ എന്തൊക്കെയാണ്, ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് സൈൻ ചെയ്യുന്നത്. കാരണം അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും അദ്ദേഹമാണ്. അപ്പം അദ്ദേഹമാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി അല്ല അതിൽ എന്താണ് പേരുകളും കാര്യങ്ങളും ട്രീറ്റിയും ഒക്കെ സൈൻ ചെയ്യുമ്പം ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതൊന്നും. ഓക്കെ. അതുപോലെ ബ്രിട്ടൻ്റെ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്ഞി മരിച്ചുപോയല്ലോ. അപ്പം നമ്മുടെ പ്രസിഡന്റ് അവിടെ പോയി അനുശോചനം അർപ്പിക്കുന്നു. അപ്പം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇങ്ങനത്തെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എൻവോയ്സിലൊക്കെ അവരും കൂടെ പോകും. പിന്നെ എഗ്രിമെൻറ്റ്സ് ഒക്കെ അവരുടെ ബിഹാഫിലാണ് സൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക.
പിന്നെ മിലിറ്ററി നിങ്ങൾക്കറിയാം സുപ്രീം കമാൻഡറാണ്. 3 വിങ് ഉണ്ട്. ഏതൊക്കെ? കരസേന, നാവികസേന, വ്യോമസേന. ഇതിൻ്റെയൊക്കെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. പിന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയല്ല, പ്രസിഡൻ്റാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. നമുക്കിവിടെ ഒന്നും ഈ അടുത്ത കാലത്ത് ഒരു പ്രസിഡന്റിനും യുദ്ധം പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇനി പ്രസിഡന്റ് യുദ്ധം പ്രഖ്യാപിച്ചാലും അത് ആര് പറഞ്ഞിട്ടേ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭ പറഞ്ഞാലേ അത് പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ചും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചും മുന്നോട്ട് വരുമ്പോൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ശരിക്കും പവർ ആരുടെ കയ്യിലാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രസിഡന്റിന് വലിയ പവർ ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണോ അതോ പ്രൈം മിനിസ്റ്ററിനാണോ പവർ എന്നുള്ളതും പഠിക്കും. ഓക്കെ, എക്സിക്യൂട്ടീവിൽ ആരാണ് ഫ്രണ്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം. CAG എക്സിക്യൂട്ടീവിലുണ്ട്. CAGയുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരെന്താ ചെയ്യുന്നത്? പോസ്റ്റ്മോർട്ടമാണ് ചെയ്യുന്നത്. ഇത്രയും കാലമുള്ള വരവ് ചെലവുകളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിക്കലാണ് പരിപാടി, ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ. അപ്പം CAGക്കും പവേഴ്സ് ഇല്ലെന്നുള്ള കാര്യം ഓർക്കുക. പ്രസിഡന്റിൻ്റെ പവേഴ്സ് ശരിക്കും ആരിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്നുണ്ട്, എന്നാലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രസിഡന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സിക്യൂട്ടീവിൽ ആരൊക്കെയുണ്ട്? CAG, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ. ഇപ്പോൾ ഈ 5 പേരിൽ 2 പേരുടെ പവേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വൈസ് പ്രസിഡന്റിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് എമർജൻസി പവറും ഉണ്ട് പ്രസിഡന്റിന് എന്നുള്ളത് ഓർക്കുക. എമർജൻസി എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റാണ്. അപ്പം പ്രസിഡന്റിന് ചില പവേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ചും പ്രസിഡന്റ് റൂള് 365, 356. ഈ 365, 56 തിരിച്ചിട്ടാൽ മതി. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആർട്ടിക്കിളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ എമർജൻസിയുടെ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പം ഫിനാൻഷ്യൽ എമർജൻസിയും പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റാണ്. ഫിനാൻഷ്യൽ എമർജൻസിയുടെ സമയത്ത് പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ചും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോടും അല്ലെങ്കിൽ ഒഫീഷ്യൽസിനോടും ശമ്പളത്തിലും കാര്യങ്ങളിലും ഒക്കെ ഒരു കുറവ് വരുത്താൻ. പക്ഷേ ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടേയില്ല. ആ കാര്യം കൂടെ ഓർക്കുക. അപ്പം ഇത്രയാണ് പ്രസിഡന്റിൻ്റെ പ്രധാനപ്പെട്ട പവേഴ്സ്. നമ്മൾ ഈ 7 പവേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീറ്റോ പവർ സെപ്പറേറ്റ് പറയുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സിക്യൂട്ടീവ് പവറിനെ കുറിച്ചും ലെജിസ്ലേറ്റീവ് പവറിനെ കുറിച്ചും ഫിനാൻഷ്യൽ പവേഴ്സിനെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പവേഴ്സ് ഓഫ് പ്രസിഡന്റ് എന്നുള്ളതിൽ. അപ്പം ആ വീഡിയോയും ഈ ഒരു വീഡിയോയും കൂടെ കാണുന്ന വഴി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 7 മേഖലയിലുള്ള പ്രസിഡന്റിൻ്റെ പവേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് വീറ്റോ പവർ എന്താണ്, പിന്നെ ഈ റെസ്പെക്റ്റ്, റിമിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കണം. അതായത് പ്രസിഡന്റിന് ഓരോ പണിഷ്മെൻറ്റിൽ ഇളവ് വരുത്തുന്നതിൻ്റെ പവറിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് ജുഡീഷ്യൽ പവറിൽ വരുന്നതാണ്. ആ വാക്കുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു ചെറിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീറ്റോ പവറിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഓർഡിനൻസ് മേക്കിംഗ് പവറാണ്. പ്രസിഡന്റ് എപ്പോൾ മാത്രമാണ് ഓർഡിനൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും കൂടെ മനസ്സിലാക്കുക. ഇതോടുകൂടി നമ്മൾ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മികാന്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ഭാഗം PSCയുടെ ഒരു ഡെപ്തിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം PSCക്കാർ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ലക്ഷ്മികാന്ത് അറിയാത്തവർ ഉണ്ടെങ്കിൽ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇതൊക്കെയാണ് ലക്ഷ്മികാന്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഡോണ്ട് വറി. പിന്നെ നിങ്ങൾ റാങ്ക് ഫയലിൽ എന്തൊക്കെ ഫാക്ട്സ് ആണോ ഇതുമായിട്ട് അനുബന്ധമായിട്ട് കൊടുത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ പഠിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഫാക്ട്സ് പഠിക്കാം. ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് പോയി പരീക്ഷ എഴുതി ജയിക്കാമെന്ന് ഞാനും ഒരിക്കലും അവകാശപ്പെടത്തില്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഭയങ്കര കോൺഫിഡൻസ് ലഭിക്കും. നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ഉത്തരം എഴുതാനും പറ്റും. കാരണം UPSCയിൽ പഠിച്ച കുട്ടികളെല്ലാം ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിട്ടാണ് PSC പഠിക്കാൻ വരുന്നത്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലക്ഷ്മികാന്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ബാക്കി നിങ്ങൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചാനലാണോ എന്ത് ക്ലാസ്സസ് ആണോ ഫോളോ ചെയ്യുന്നത് അവരുടെ നോട്ട്സും കൂടെ പഠിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കൺസെപ്ച്വൽ നോളജ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്ര ഉള്ളൂ ഈ വീഡിയോ. നെക്സ്റ്റ് വീറ്റോ പവർ പഠിക്കുന്നു. പിന്നെ നമ്മൾ റെസ്പെക്റ്റ് റിമിഷൻ എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കുന്നുണ്ട്. ഈ 3 വീഡിയോ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ശരിക്കും ഇന്ന് പഠിക്കുക. ഓക്കെ, ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ഇതിൻ്റെ നോട്ട്സ് ഉണ്ട്, അതും വന്ന് കാണുക. ഓക്കെ, താങ്ക് യു.